ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കൊല്ലത്ത്, അതായത് കൊല്ലം ജില്ലയിലുള്ള ഒരു ടൂറിസം മേഖലയാണ്. കൊല്ലം ജില്ലയിലെ അഞ്ചലിനൊക്കെ അടുത്ത് അലൈമൺ ഗ്രാമപഞ്ചായത്തിലുള്ള കുടുക്കത്തുപാറ എക്കോ ടൂറിസത്തിലാണെന്ന് ഞാൻ നിൽക്കുന്നത്. അപ്പം ഞാൻ നമ്മുടെ ആരോമലും കൂടെ ഉണ്ട്. എന്തായാലും നമ്മളിവിടെ എത്തിയ സമയത്ത് 4 മണി വരെയാണ് ഇവിടെ എൻട്രൻസ്, അതായത് കയറി പോകാൻ പറ്റുന്നത്. എന്തായാലും കറക്റ്റ് 4 മണി ആവറായി. എന്തായാലും അതിൻ്റെ അകത്തോട്ട് പോയിട്ട് അകത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും അകത്തോട്ട് പോയിട്ട് നോക്കാം. ബാ. അപ്പോൾ നമ്മുടെ ഇതിന്റെ അത് ടിക്കറ്റ് തരുന്ന ചേട്ടനാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ആ ചേട്ടൻ എനിക്കൊന്ന് തേരാണെന്ന് നല്ല കാട്ടുതേനാണ്. കാട്ടുതേനാണ് കൈസ്, കാട്ടുതേൻ എന്തായാലും ഒന്ന് കുടിച്ചു നോക്കട്ടെ. താണ്ട ഒറിജിനൽ പ്യുവർ കാട്ടുതേൻ. ഒറിജിനൽ കാട്ടുതേൻ ഇടില്ല, അടിപൊളി. ഇവിടുന്ന് ചേട്ടൻ ആരായപ്പം കൊണ്ട് കൊടുത്തതേ ഉള്ളൂ. എന്തായാലും ഗൈസ്, കാട്ടുതേനൊക്കെ ചേട്ടൻ തന്ന്, ചേട്ടാ താങ്ക് യു. അപ്പം ഇവിടുത്തെ ടിക്കറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് 20 രൂപയാണ് ഒരാളിന്, 20 രൂപയാണ്. അതുപോലെ തന്നെ ബൈക്കാണെന്നുണ്ടെങ്കിൽ 15 രൂപ, കാറാണെന്നുണ്ടെങ്കിൽ 30 രൂപ, വലിയ ബസ്സാണെന്നുണ്ടെങ്കിൽ 100 രൂപ. ഇതാണ് നമ്മുടെ ടിക്കറ്റ് തരുന്ന ആ സ്ഥലം. അപ്പൊ ചേട്ടാ ശരി, ചേട്ടൻ നമുക്ക് ഗേറ്റൊക്കെ തുറന്നു തന്നു. കുടുക്കത്ത് പാറയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വനത്തിന്റെ അകത്തൂടെയുള്ള കുറച്ച് നേരത്തെ ഒരു 1.5 കിലോമീറ്റർ വനത്തിന്റെ അകത്തൂടെ കയറി വരണം. വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് വളരെ നല്ല പരിസ്ഥിതിയൊക്കെ നല്ല രീതിയിൽ സംരക്ഷിച്ചു കൊണ്ടുള്ള ഒരു ടൂറിസം അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ഥലമാണ് കുടുക്കത്ത് പാറ. എന്നാലും ഈ സ്റ്റെപ്പ് വഴി കയറി വേണം നമുക്ക് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. മുകളിലേക്ക് പോയതിനു ശേഷം അവിടെ നിന്ന് എന്തൊക്കെ കാണാൻ പറ്റും, എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകളൊക്കെ നമുക്കൊന്ന് മുകളിലോട്ട് പോയിട്ട് നോക്കാം. നമുക്ക് മുകളിലോട്ട് പോകാം. നമ്മൾ ഈ സ്റ്റെപ്പ് കയറി പകുതി എത്തുമ്പോൾ തന്നെ നമ്മൾ നല്ല രീതിയിൽ ആക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് വേറെ കാരണമൊന്നുമില്ല, ഇത് ഒടുക്കത്തെ സ്റ്റെപ്പാണ്. ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ കേബിൾ കാറൊക്കെ ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു. എൻ്റെ അമ്മ, ഒന്നും പറയണ്ട. നീ നടന്ന് മുകളിൽ കയറി വരുമ്പോൾ നമ്മൾ ഫസ്റ്റിലെ നമ്മൾ എത്തുന്ന സ്ഥലം എന്താ, ഇതാണ്. ഈ വ്യൂ പോയിന്റ് ആണ് ആദ്യം നമ്മൾ എത്തുന്ന വ്യൂ പോയിന്റ്. നിങ്ങൾ നടന്ന് മുകളിൽ കയറി വരുമ്പോൾ, പ്രത്യേകിച്ച് നിങ്ങൾ ഈ മാർച്ചിന്റെ ചൂടിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ വീർക്കും. ഞാൻ കുളിച്ചതൊന്നുമല്ല, വീർത്തതാണ്. പക്ഷേ കയറി വരുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുപ്പി വെള്ളം കൊണ്ട് അല്ലെങ്കിൽ 2 കുപ്പി വെള്ളമെങ്കിലും എടുക്കാണ്ട് കയറിയില്ല. നമുക്ക് പണി കിട്ടി. വെള്ളം താഴേന്ന് മേടിച്ചോണ്ട് ഞാൻ പറഞ്ഞത്, ഇതിന്റെ മുകളിൽ നിന്ന് വെള്ളം ഒന്നും കിട്ടത്തില്ല. എങ്കിലും ഇവിടുത്തെ പ്രത്യേകതകൾ എന്താണെന്നുള്ളത് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കാമൻ ക്വയറ്റായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. ഇച്ചിരി വെയിലും ചൂടൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും നേരത്തെ പണ്ട് കുടുക്കത്ത് പാറയെ കുറിച്ച് നമ്മളൊക്കെ പറയുന്ന സമയത്ത് പറയുമായിരുന്നു, ഈ സ്ഥലത്ത് വന്നിട്ട് എന്തെങ്കിലും താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കും. അത് വേറെ ഒന്നുമില്ല, അന്നേരം അത്രയും കാറ്റ് ഉണ്ടാകുന്ന സമയത്താണ്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇപ്പോഴും നല്ല കാറ്റിന്റെ ആ ടൈമിൽ, കാറ്റിന്റെ കാലാവസ്ഥയുള്ള ആ ഒരു ടൈം ആണെന്നുണ്ടെങ്കിൽ കിട്ടില്ലനായിരിക്കും. നമുക്ക് എന്തായി കഴിഞ്ഞാലും മുകളിലോട്ട് വേറെ കുറച്ച് സ്ഥലങ്ങളും കൂടെയൊക്കെ കാണാനുണ്ട്. ജസ്റ്റ് മുകളിലോട്ടൊക്കെ ഒന്ന് പോകാം. ഇവിടെ ഇപ്പം തിരക്കൊന്നുമില്ല. തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ടൂറിസ്റ്റുകൾ വരുന്ന കുറവാണ്. കാരണം ഒരുപക്ഷെ ചൂടായോണ്ടായിരിക്കും. എങ്കിലും ചൂടാണെങ്കിലും കൊള്ളാം, ഒരു വൈബുണ്ട്, ഒരു കിട്ടില്ല.
അപ്പൊ നമ്മളെന്തായാലും ഫൈനലി നമ്മൾ ഈ കുടുക്കത്ത് പാറയുടെ മുകളിലെത്തി. കുടുക്കത്ത് പാറയുടെ മുകളിലെത്തിയിട്ടില്ല. കുടുക്കത്ത് പാറ എന്ന് പറയുന്ന പാറ നമ്മൾ എന്താണ് ദൂരെ റോഡിലൊക്കെ അതായത് അഞ്ചലിൽ ഇങ്ങോട്ട് വരുന്ന സമയത്തൊക്കെ കാണുന്ന പാറ ഇതാണ്. മീൻസ് അതിന്റെ മുകളിൽ കയറാൻ പറ്റത്തില്ല. എന്തായാലും നമുക്ക് മാക്സിമം കയറാൻ പറ്റാവുന്നത് അവിടെ വേറൊരു പാറയും കൂടെ ഉണ്ട്. ആരമ്പല തറയിലൊക്കെ കിടന്നാണ് വീഡിയോ എടുക്കുന്നത്. എന്തായാലും ഇതിന്റെ മുകളിലും കൂടെ ഒന്ന് കയറി നോക്കാം. എന്നാൽ കാറ്റില്ല എന്നുള്ളൊരു സങ്കടം ഇതിന്റെ മുകളിൽ കയറി വന്നപ്പോൾ തീർന്നു. കാരണം ഏറ്റവും മുകളിൽ വന്ന സമയത്ത് നല്ല കാറ്റുണ്ട്. താഴേന്ന് ആ സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് നല്ല രീതിയിൽ കിതച്ച് നിങ്ങളുടെ കെട്ടളവും. എന്തായാലും നിങ്ങൾ വെള്ളമൊക്കെ കൊണ്ട് കയറി വരാവുള്ളൂ. വെള്ളമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മുകളിൽ വന്നിട്ട് ആഴ്ച നിങ്ങളുടെ ഊപ്പാട്. എന്തായാലും നൈസായിട്ട് നമുക്കൊന്ന് ഇതിന്റെ മുകളിലോട്ടും കൂടെ ഒന്ന് കയറി പോയിട്ട് അതിന്റെ ചുറ്റിനും എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്നുള്ളത് നോക്കട്ടെ. എന്നിട്ട് വേണം താഴെ പോയി ഏതെങ്കിലും കടയിൽ പിടിച്ച് വെള്ളം കുടിക്കാം. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വളരെ അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള ഒരു സാധനം ചെയ്യാൻ പോയി. താഴത്തെ മുകളിൽ കയറിയിട്ട് താഴോട്ട് ചാടാൻ പോവാണ്. ഇത്ര പറ്റോളൂ കേട്ടാ. ഇതിന്റെ മുകളിലോട്ട് കയറാൻ പറ്റത്തില്ല. ഇതിന്റെ ഇടയിലായിപ്പോയി. ഇതിന്റെ ഇടയിൽ എന്തായാലും അത്രേ കയറി പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇനി ഇതിന്റെ മുകളിലോട്ട് കയറി പോയി കഴിഞ്ഞാൽ അടുത്ത ആഴ്ച മുതൽ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരമ്പല് വേറെ ആളിനെ ഇറക്കേണ്ടി വരും. എന്തായാലും ഇതിന്റെ താഴെ ഒരു ഗുഹ പോലുള്ള ഒരു സ്ഥലമൊക്കെ ഉണ്ട്. അതിന്റെ അകത്തോടത്ത് കയറി നോക്കാം. എന്തായാലും അത് ഞാൻ വെച്ച് കീഴടക്കി താഴോട്ട് പോവാണ്. ബാ അടിപൊളി, ഒരു രക്ഷയില്ല. ശരിക്കും മുകളിൽ കയറി വന്ന സമയത്ത് നമ്മൾ ശരിക്കും ചെറുതായിട്ടൊന്ന് നിരാശരായി പോയെങ്കിലും ഈ ഇതിന്റെ മുകളിൽ വന്നതിന് ശേഷം ഇവിടെ കുറെ സ്ഥലങ്ങളുണ്ട്. എന്താണ് ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തത്. ഈ ഗുഹയാണോ അല്ലെങ്കിൽ പാറ ഇടുക്കിൽ കൂടിയുള്ള വ്യൂ ആണോ അങ്ങനെയൊന്നും പറയാൻ വയ്യ. പക്ഷെ ഇവിടെ നല്ല തണുപ്പുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുറത്ത് ആ ചൂടൊന്നും ഇവിടെ എഫക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ചൂടായാലും മാർച്ചായാലും ഫെബ്രുവരി ആയാലും പിന്നെ ഇവിടെ വരാം. ഇവിടുന്ന് താഴെ പോയി കഴിഞ്ഞാൽ പടമാവും. അടിപൊളി അടിപൊളി. ഇതാണ് കുടുക്കത്ത് പാറ. ഇതാണ് നമ്മുടെ കുടുക്കത്ത് പാറ. ഇവിടെയൊക്കെ വരുമ്പോൾ നിങ്ങൾ പ്രത്യേകം നല്ല രീതിയിൽ സൂക്ഷിക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതായി ഈ താഴെയൊക്കെ കണ്ടാവും. താഴെയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കൊള്ളത്തില്ല. കുറച്ച് മണ്ണ് അങ്ങോട്ട് നീക്കിയിട്ടാൽ മതി. അപ്പൊ അതുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്തൊക്കെ നല്ല കെയർഫുൾ ആയിട്ട് നിൽക്കണം. എന്തായി കഴിഞ്ഞാലും ഇവിടെ കുറച്ചു നേരം വന്നിരുന്നു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പൊടിയൊക്കെ ഒന്ന് ഒതുക്കി അതെല്ലാം കാറ്റൊക്കെ കൊണ്ടൊന്ന് വിയർപ്പൊക്കെ ഒന്ന് ആറ്റാമെന്ന് പറഞ്ഞിട്ട് വന്നിരുന്നു. എന്തായാലും ഞാനും ആരാമലയാളിയൻ ഇവിടെ കിടന്നു. എന്താണ്ട് അവന്റെ ഒരു പ്രത്യേകം അവന്റെ ഒരു താത്വികമായ അവലോകനം. രണ്ട് പാറയും കൂടെ ഒന്നിച്ചിങ്ങനെ നിരങ്ങി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് എനിക്കൊന്നും പറയാനില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ താഴെ കമന്റ് ഇട്. ഇവിടെ വന്നിട്ട് സാഹസികമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് കല്ലിലിരുന്നേനെ അത് സാഹസികമായ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിലേ തല്ലിക്ക് പിടിച്ച് കയറാവുള്ളൂ. ഇതിന്റെ മുകളിലിട്ട് ഈ പാറയുടെ ഇടുക്കി കൂടെ ഒരു വഴിയുണ്ട്. ആരമ്പലേ വാ. എനിക്ക് ഇൻഷുറൻസ് ഇല്ല അളിയാ. നീ ഇടിച്ചു പൊട്ടിക്കാതെ വാടാ. എന്തായാലും ഞാൻ ഈ പാറയുടെ ഇടുക്കിലൊക്കെ അള്ളി പിടിച്ച് കയറിയതിനു ശേഷം തിരിച്ചിറങ്ങി വരാൻ പോവാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇവിടെ നിൽക്കുന്നത്. പക്ഷെ ഇത് കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. എന്തായാലും ഞാൻ ഇറങ്ങി വരുവാ. താഴോട്ട് വരുവാണെന്നെങ്കിൽ ആരോപണം എന്നെ പിടിച്ചു പോകാം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ അതും ചെയ്തു. ഫേസ് ഒന്നും പറയാൻ വേണ്ട അമ്മോ.
ഏതായാലും ഇപ്പം മുകളിൽ കയറി കുറച്ച് നേരം കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രത്യേക തരം കാറ്റുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കും. അപ്പോൾ കാറ്റടിച്ച് നിങ്ങളെ വിയർപ്പ് കാറിക്കഴിഞ്ഞാൽ വൻ വൈബാണ് ഇവിടെ. അപ്പം എന്താണ് കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കാണാനുള്ളതെങ്കിലും എല്ലാം നല്ല നല്ല പൊളിയാണ്. പിന്നെ കുടുക്കത്ത് പാറയുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ വന്ന് കാറ്റ് കൊള്ളണം. അത് കാറ്റ് കൊള്ളണമെന്നുണ്ടെങ്കിൽ കാറ്റുള്ള സമയത്ത് തന്നെ വരണം. അപ്പം ഞങ്ങൾ വന്ന സമയത്ത് ഇലകളും മരങ്ങളും ഒക്കെ വളരെ നിശ്ചലമായിരുന്നു. ഞാൻ താഴത്തെ ആ വീഡിയോയിൽ പറഞ്ഞായിരുന്നു എന്താണ് കാറ്റില്ല എന്നുള്ളത്. പക്ഷെ മുകളിൽ കയറി കുറച്ച് നേരം കഴിഞ്ഞ സമയത്ത് നല്ല രീതിയിൽ കാറ്റുണ്ട്. അപ്പൊ കാറ്റൊക്കെ അടിച്ചു കഴിയുന്ന സമയത്ത് നമ്മൾ എത്ര നേരം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ടയർഡായി പോകത്തില്ല. പിന്നെ നിങ്ങൾ കുടുക്കത്ത് പറയി വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, വെള്ളം എടുക്കാൻ മറക്കരുത്. വെള്ളം കൊണ്ടേ കയറി മുകളിലോട്ട് കയറി വരാൻ പാടുള്ളൂ. പിന്നെ നിങ്ങൾ ഗ്യാങ് ആയിട്ടാണ്, അതായത് ഫ്രണ്ട്സ് എല്ലാവരും കൂടെയൊക്കെ ആയിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ കുറേ സംഭവങ്ങൾ ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റിയ കുറേ സംഭവങ്ങൾ. എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ വണ്ടർലയിൽ എന്താണ് റൈഡുകളൊന്നും ഇല്ല. ഇവിടെ ഉള്ള കുറേ പാറയുടെ മുകളിലൊക്കെ വലിഞ്ഞു പിടിച്ച് കയറാം. അപ്പം കയറുന്ന സമയത്തൊക്കെ കുറച്ച് ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും കൂടെ ആയിട്ട് വരുന്ന സമയത്ത് നല്ലൊരു ഫീലായിരിക്കും. എന്തായാലും ഇന്ന് ഞാനും ആരോമലും വന്നിട്ട് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട് ആ ഒരു ഫീല്. ഹായ് പിടിക്കുക, ഇറങ്ങിയോ ഹായ് ഹായ് ഹായ്. അപ്പൊ നമ്മളെന്തായാലും ഇതിന്റെ മുകളിൽ കയറി വന്നപ്പം നമുക്ക് കുറച്ച് ഗ്യാങ്ങിനെ കിട്ടിയിട്ടുണ്ട്. ഈ ചേട്ടൻ നമുക്ക് വെള്ളത്തിന് സഹായിച്ച ചേട്ടനാണ്. എന്റെ പേരിലും കമ്മിറ്റിയുടെ പേരിലും നന്ദി അറിയിച്ചുള്ളത്. അപ്പൊ എന്തായാലും എന്താണ് വേറെ നമ്മുടെ കുറെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണ് നിൽക്കുന്നത്. ഇന്ന് എനിക്ക് 1, 2, 3, 4, 5, 6, 7, 8, 10 സബ്സ്ക്രൈബേഴ്സ് കൂടുതലായിരിക്കും. എല്ലാവരും സ്വർണ്ണ കളറിൽ കിടക്കുന്നുണ്ടോ മരങ്ങള്. എന്തായാലും അത് സ്വർണ്ണ കളറിൽ കിടക്കാൻ ഒരു കാര്യമുണ്ട്. ആ വെയിലടിക്കുന്നത് തന്നെയാണ് കേട്ടോ. ആ ഷെയ്ഡ് ഇങ്ങനെ അടിക്കുന്നത് തന്നെയാണ് ആ സ്വർണ്ണ കളറിൽ കിടക്കുന്നത്. ബാക്കിൽ കാണുന്ന പാറയുണ്ടല്ലോ, അതാണ് ശരിക്കും കുടുക്കത്ത് പാറ എന്ന് പറയുന്ന ആ പാറ. അപ്പൊ ഗൈസ് നമ്മളിവിടെ കുടുക്കത്ത് പാറയുടെ മുകളിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റാവുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് ഈ പടിഞ്ഞാറ് ഭാഗത്തോട്ടായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജഡായു പാറ ഇവിടെ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് ഉണ്ടല്ലോ, അതല്ലേ ലൈറ്റ് ഹൗസ് ഒന്നല്ലേ അതിന്റെ വിളക്കുമാടം അല്ലേ, വിളക്കുമാടം. അപ്പം അതും ഇവിടെ കഴിഞ്ഞാല് വളരെ ചെറിയ രീതിയിലൊക്കെ അങ്ങ് കാണാൻ പറ്റുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമ്മളിപ്പം നോക്കുന്ന സമയത്ത് കാണാൻ പറ്റുന്നില്ല. എനിക്കത് അങ്ങോട്ട് കാണിച്ചു തരാൻ പറ്റില്ല, കാരണം സൂര്യൻ അസ്തമിക്കാനുള്ള പുറപ്പാടിലാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് ലൈറ്റ് കിട്ടത്തില്ല. എന്തായാലും പിന്നെ വേറെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഭാഗത്തായിട്ടാണ് പൊന്മുടിയുടെ മലനിരകളാണ് നമ്മൾ നേരത്തെ അപ്പുറത്തെ സൈഡിൽ നിന്ന് കണ്ടത്. പിന്നെ ഈ ഭാഗത്ത് എന്തൊക്കെയോ ഉണ്ട്. എന്നാലും നൈസായിട്ട് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളും കാഴ്ചകളും ഒക്കെ കണ്ടു. നിങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് എന്താണ് നല്ല ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരിക, വന്ന് എൻജോയ് ചെയ്യുക. വന്ന് എൻജോയ് ചെയ്തതിന് ശേഷമൊക്കെ അടിപൊളിയായിട്ട് തിരിച്ചു പോവാ. നമ്മളെന്തായാലും താഴോട്ട് പോവാണ്. കുറെ നേരമായി കയറി വന്നിട്ട്. ആരാമലേ എങ്ങനെ ഉണ്ടായിരുന്നു? സത്യം പറയടാ, ആദ്യം കയറി വന്നപ്പോ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും ഉള്ളി ചെന്നപ്പോ കിടിലായ തെറ്റായി. നമ്മളെന്തായാലും മുകളിൽ നിന്ന് താഴെ ഇറങ്ങി വന്നു. നമ്മൾ മുകളിലോട്ട് കയറി പോകുമ്പോൾ വിയർക്കുന്ന പോലെ തന്നെ താഴെ ഇറങ്ങി വരുമ്പോഴും വിയർക്കും. അടിപൊളിയാണ്. എന്തായാലും ഇനി ഇവിടെ നിന്ന് വണ്ടി എടുത്തോണ്ട് ഞാനും ആരോമലും കൂടെ പുറത്ത് കടകളുണ്ട്, അവിടെ കാണാൻ പോയി എന്തെങ്കിലും ഒരു നാരങ്ങ കുടിച്ചിട്ട് അവിടെ നിന്ന് നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം. വാ.
അപ്പൊ ഗൈസ് ഫൈനലി നമ്മുടെ പ്ലാനിങ് പോലെ തന്നെ നമ്മൾ എന്താണ് അവിടെ നിന്ന് തളർന്ന് എന്താണ് ഒരു പരിവായിട്ട് നമ്മളെ താഴെ എത്തി സോഡ നാരങ്ങളും കുടിക്കുകയാണ്. അപ്പം എന്തായാലും ഞാൻ എൻ്റെ ഈ ചെറിയ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വ്ളോഗും അതുപോലെ തന്നെ നമ്മുടെ കുടുക്കത്ത് പറയും ഇവിടുത്തെ വിശേഷങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ട് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പം ആനക്കുളത്ത് നിന്നും ഇതാണ് നമ്മുടെ ഈ സാധനം പറഞ്ഞ സോഡ നാരങ്ങളും കുടിച്ചുകൊണ്ട് ഞാനും ആരോപിലും കൂടെ ബായ് പറയാണ് ഗൈസ്. ബായ്. എത്തിയില്ലടാ, ഇനിയുണ്ട്. ഇച്ചി വെള്ളം കിട്ടിയെങ്കിൽ എൻ്റെ അളിയാ നീച്ച് പോയി വെള്ളം മേടിച്ചോണ്ട് അളിയാ. നിനക്കാ താഴെ വെച്ച് പറഞ്ഞുകൊണ്ടിരുന്ന അങ്ങന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നില്ല ഇതെല്ലാം വരവും എല്ലാം കിട്ടുന്നുണ്ടോ? എല്ലാം സെറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. ഇനി ഇവിടുത്തെ ഒരു ഫോട്ടോ എടുക്കാൻ ഇത്രയും പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞിടാ. ഫോട്ടോ നീ എടുത്തു ഒന്നട ഇറക്കായത് നിനക്ക് പോലെ വേണമെന്നുണ്ടെങ്കിൽ വന്ന് നിൽക്കാം. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് ഈ ഭാഗത്ത് എന്താണെന്ന് അറിയാമോ? അവിടെ പൊന്മുടി ഇതാ, പൊന്മുടി ആ ഭാഗത്താണല്ലോ. ഇതിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ജടായി പാറ, കിഴക്ക് ഭാഗത്ത് പൊന്മുടി. ആണോ? തള്ളുന്നതിന് ഒരു പരിധി ഉണ്ട് കേട്ടോ. അല്ല സത്യം കേട്ടോ, അങ്ങനെ എങ്ങനെയൊക്കെയാണ്. അങ്ങനെ എങ്ങനെയൊക്കെയോ ആണ്.